ഇത് ദിയ കൃഷ്ണ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ദിയ കൃഷ്ണ തന്റെ ചാനലിൽ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നു. അവർ ഇപ്പോൾ നിൽക്കുന്ന വീടിന്റെ ഹോം ടൂർ വളരെ നന്നായിട്ടാണ് വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും വീട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും. അശ്വിനുമായിട്ടുള്ള ദിയയുടെ വിവാഹത്തിന് ശേഷം രണ്ടുപേരും കൂടി മാറി താമസിച്ച ആദ്യത്തെ വീടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. എല്ലാവർക്കും അവരവർ താമസിക്കുന്ന വീട്ടിലെ ചില സ്ഥലങ്ങൾ പ്രത്യേക ഇഷ്ടമുണ്ടാവുമല്ലോ, അതുപോലെ അവരും പറയുന്നുണ്ട്. വളരെ രസകരമായിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇവരുടെ വീഡിയോസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇവരുടെ മാത്രമല്ല, ഇവരുടെ മൊത്തം ഫാമിലിയുടെയും, പ്രത്യേകിച്ച് ഇവരുടെ അമ്മയുടെ. അങ്ങനെ ദിയയുടെ ഹോം ടൂർ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വെറുതെ കമൻസ് ഒന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ അതേ കാര്യങ്ങൾ കമൻസിലൂടെയും പലരും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് കമൻസ് എന്നറിയണ്ടേ? Call it as our YouTube channel. In intro, since 99% of your content is now Ashwin. പിന്നെ ഒരു കാര്യം കൂടി ദിയ, നെഗറ്റീവായി എടുക്കരുത്. ജസ്റ്റ് ഒരു ഒപ്പീനിയൻ. അശ്വിൻ സംസാരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ അനുവദിക്കുക. സിന്ധു ആൻറ്റിയുടെ വ്ളോഗിലും കൃഷ്ണകുമാർ അങ്കിൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി അവിടെ സ്റ്റോപ്പ് ആക്കാറുണ്ട്. പുള്ളിയുടെ സംസാരം എന്ത് നല്ലതാ, കുറേ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. ബട്ട് കേട്ട് രസിച്ച് വരുമ്പോൾ സ്റ്റോപ്പ്. അതൊന്ന് സിന്ധു ആൻറ്റിയും ദിയയും ശ്രദ്ധിച്ചാൽ അടിപൊളിയാകും. പിന്നെ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: വൈ യു ആർ എവറി ടൈം ടെല്ലിങ് ഐ ബോട്ട് ആൻഡ് ഐ ഗോട്ട് ദ ഗിഫ്റ്റ്, പ്ലീസ് ട്രൈ വി ബോട്ട്, ഇറ്റ്സ് എ സജഷൻ ഡിയർ. അതിന് ദിയ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ഇഫ് വി ബൈ ടുഗെദർ ഐ വിൽ സേ ദാറ്റ് മോർ ദാൻ being selfish, I am more straightforward. If that cannot be digested, I suggest you don't watch my vlogs. ഈ ഒരു കമൻറ്റിന് പിന്നാലെ ഒരുപാട് പേർ ദിയയെ സപ്പോർട്ട് ചെയ്യും, ദിയയെ എതിർത്തും ഒരുപാട് പേർ കമൻറ്റ് ഇട്ടിരുന്നു. എന്നാൽ എനിക്കും ഈ ദിയയുടെ ഈ ഹോം ടൂർ കണ്ടപ്പോൾ പലപ്പോഴും തോന്നിയിരുന്നു, എന്തിനാണ് ഐ എന്ന് പറയുന്നത്, വി എന്ന് പറഞ്ഞോടെ. അതുപോലെ തന്നെ ആദ്യത്തെ ഇൻട്രോ എടുത്തപ്പോൾ നല്ല മാന്യമായിട്ടാണ് ആ കമൻറ്റ് ഇട്ട ആൾ പറയുന്നത്, എന്തിനാണ് ഐ എന്ന് പറയുന്നത്, വി എന്ന് പറഞ്ഞോടെ. ദിയയുടെ മറുപടി കുറച്ച് റൂഡായ പോലെ. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്, കേൾക്കുന്നവർക്ക് ഇത് സെൽഫിഷ് ആയി തോന്നും, പക്ഷേ താൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. സത്യം പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് സെൽഫിഷ് ആയി തോന്നുന്നതിനേക്കാൾ അശ്വിൻ അത് ഫീൽ ആവില്ലേ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ പേഴ്സണലി. മെച്ചുവർഡ് എനഫ്. ഇതൊന്നും വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. സ്റ്റിൽ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ജെന്യുവൻ ആയിട്ടാണ് തോന്നിയത്. അതിനോട് ദിയ റെസ്പോണ്ട് ചെയ്ത രീതി അത്ര ശരിയായതായി എനിക്ക് തോന്നുന്നില്ല. താൻ ചെയ്യുന്നത് തന്നെയാണ് ശരി, താൻ പറയുന്നത് തന്നെയാണ് എല്ലാം ശരി എന്ന് പറഞ്ഞ് ബലം പിടിക്കാതെ നല്ലത് കണ്ടാൽ, അല്ലെങ്കിൽ നല്ലതൊരാൾ പറഞ്ഞു തരുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കൂടി പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പറയുന്ന കമൻറ്റ് പോലെ തന്നെ ഇപ്പോൾ ഒരുവിധം എല്ലാ വ്ളോഗ്സിലും അശ്വിൻ ദിയയുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് ദിയ വെൽക്കം ടു മൈ ചാനൽ എന്ന് പറയുന്നത്, അവർ ചാനൽ എന്ന് പറഞ്ഞൂടെ? ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ അശ്വിൻ ഈസ് എ ജെന്റിൽമാൻ. വീഡിയോയിൽ ഉണ്ട് താനും, എന്നാൽ അശ്വിനെ മോശമാക്കുന്ന രീതിയിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.